എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ, ഗോകർണനും പ്രേതവും. ഇതാണ് കഥ. കേരള സംസ്ഥാനത്തിൻ്റെ വടക്കേ അതിരാണ് ഗോകർണം. ഗോകർണത്തിന് ആ പേരുണ്ടായത് എങ്ങനെയെന്ന് നോക്കാം. പണ്ട് ആത്മദേവൻ എന്നൊരു ബ്രാഹ്മണൻ കുട്ടികളില്ലാതെ ദുഃഖിതനായി കഴിഞ്ഞിരുന്നു. അദ്ദേഹം ഒരു സന്യാസിയെ സന്ദർശിച്ച് പുത്രലബ്ധിക്ക് വരം തരണമെന്ന് അപേക്ഷിച്ചു. സന്യാസി അപ്പോൾ ആ ബ്രാഹ്മണന് ഒരു പഴം കൊടുത്തു. താങ്കളുടെ ഭാര്യ ഈ പഴം ഭക്ഷിച്ച ശേഷം 1 വർഷം വ്രതങ്ങൾ അനുഷ്ഠിക്കണം. സന്യാസി ബ്രാഹ്മണനോട് ഉപദേശിച്ചു. ബ്രാഹ്മണൻ്റെ ഭാര്യയുടെ പേര് ദുന്ദുളി എന്നായിരുന്നു. ബ്രാഹ്മണൻ പഴം ഭാര്യയ്ക്ക് കൊടുത്തിട്ട് സന്യാസി പറഞ്ഞ കാര്യങ്ങൾ അവളെ അറിയിച്ചു. പക്ഷേ ഭാര്യയ്ക്ക് വ്രതങ്ങൾ അനുഷ്ഠിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. അവൾ തൻ്റെ പ്രശ്നം അനുജത്തിയോട് പറഞ്ഞു. അനുജത്തി ഗർഭിണിയായിരുന്നു. അവൾ താൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ ചേച്ചിക്ക് കൊടുക്കാമെന്ന് വാക്കുകൊടുത്തു. ദുന്ദുളിക്ക് സന്തോഷമായി. ദുന്ദുളി ഭർത്താവ് അവൾക്ക് കൊടുത്ത പഴം ആരുമറിയാതെ പശുവിന് കൊടുത്തു. എന്നിട്ട് പഴം തിന്നത് മൂലം താൻ ഗർഭിണിയാണെന്ന് സകലരോടും പറഞ്ഞു നടന്നു. സമയമായപ്പോൾ അനുജത്തി പ്രസവിച്ചു. അവൾ പറഞ്ഞതുപോലെ കുഞ്ഞിനെ ദുന്ദുളിക്ക് നൽകി. ദുന്ദുളി കുഞ്ഞിനെ സ്വീകരിച്ച് താൻ പ്രസവിച്ച കുഞ്ഞാണെന്ന് സകലരോടും പറഞ്ഞു. ദുന്ദുളി കുഞ്ഞിന് ദുന്ദുകാരി എന്ന പേര് നൽകി. പഴം തിന്നത് പശുവാണല്ലോ. പശുവിന് ഗർഭമുണ്ടായി. അത് പ്രസവിച്ചത് നല്ലൊരു ആൺകുഞ്ഞ്. പക്ഷേ ചെവി മനുഷ്യൻ്റേത് പോലെയല്ല, പശുവിൻ്റെ ചെവിയായിരുന്നു. അതിനാൽ ആ കുട്ടിയെ എല്ലാവരും ഗോകർണൻ എന്ന് വിളിച്ചു. ഗോകർണൻ മഹാജ്ഞാനിയായി വളർന്നു വന്നു. ദുന്ദുകാരി മഹാദുഷ്ടനായും വളർന്നു വന്നു. ദുന്ദുകാരിയുടെ ദുഷ്ടത മൂലം പീഡിതനായ ആത്മദേവൻ ഗോകർണൻ്റെ ഉപദേശം തേടി. വനത്തിൽ പോയി തപസ് ചെയ്യാനാണ് ഗോകർണൻ ആത്മദേവനെ ഉപദേശിച്ചത്. ആത്മദേവൻ അപ്രകാരം ചെയ്ത് മോക്ഷം നേടി. ദുന്ദുളി ആത്മഹത്യ ചെയ്യുകയാണ് പിന്നെ ഉണ്ടായത്. ഗോകർണൻ തീർത്ഥയാത്രയ്ക്കിറങ്ങി. ദുന്ദുകാരി മോഷണം തൊഴിലാക്കി. ചീത്ത സ്ത്രീകളുമായിട്ടായിരുന്നു അവൻ്റെ കൂട്ടുകെട്ട്. രാജകിങ്കരന്മാർ അവരെ പിടികൂടാൻ ഇറങ്ങി. വിവരം മനസ്സിലാക്കിയ സ്ത്രീകൾ സ്വന്തം രക്ഷയെ കരുതി ദുന്ദുകാരിയെ കൊന്നു. സഹോദരൻ മരിച്ചെന്ന് കേട്ട് ഗോകർണൻ തിരിച്ചെത്തി. ഗോകർണനെ പ്രേതം വലയം ചെയ്തു. എന്നാൽ നല്ലവനായ ഗോകർണൻ സൂര്യനെ തപസ് ചെയ്യുകയും സപ്താഹപാരായണം നടത്തുകയും ചെയ്ത് പ്രേതത്തിന് മോക്ഷം നേടിക്കൊടുത്തു. ഗോകർണനും സപ്താഹപാരായണം കൊണ്ട് മോക്ഷം നേടി. ഗോകർണൻ ഇരുന്ന് പാരായണം ചെയ്ത സ്ഥലമാണ് പിന്നീട് ഗോകർണം എന്ന പേരിൽ പ്രശസ്തമായി അറിയാൻ തുടങ്ങിയതെന്നാണ് ഐതിഹ്യം. ഇതാണ് കഥ. എല്ലാവർക്കും നമസ്കാരം.